ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിനെ പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ പ്ലം കേക്കിനെക്കാട്ട് ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. കാര്യം ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ കേക്കിൽ ക്യാരറ്റ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിലും ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അറിയാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാരയൊന്ന് കരിയിച്ചെടുക്കണം. നമ്മൾ പ്ലം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പ്ലം കേക്കിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നല്ല ഡാർക്ക് കളറിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇങ്ങനെ നിരത്തിയ പോലെ അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിന് ഇളക്കിയൊന്നും വേണ്ട കേട്ടോ, ഇത് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതാ ഇപ്പോൾ കുറച്ചൊക്കെ മെൽറ്റാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഇത്രയും കളറല്ല വേണ്ടത്, നല്ല ഡാർക്ക് കളറിൽ കിട്ടണം. അപ്പം കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടതുണ്ട്. കുറച്ച് നേരം കൂടി ഇതാ വെച്ച് കഴിയുമ്പോൾ ഒരു പത പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ പത പോലെ വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ അളന്നെടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്തിരി മാറി നിന്നിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തേക്കൊക്കെ വീഴും. ഈ നന്നായിട്ട് തണ്ട 1 കപ്പ് വെള്ളമാണിത്. ഇതുണ്ട് ഈ പത ഉണ്ടോ, ഈ പത ഇങ്ങനെ ഇത്രയും വരുമ്പോഴാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ ഒഴിച്ചത് 1 കപ്പ് വെള്ളമാണ്. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് 1/2 കപ്പാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം കേക്ക് ബാറ്ററൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തണുത്തിരിക്കുക. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത്തിരി വെള്ളം പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല കുറുകിയ പോലെ ഇരിക്കും. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ആണല്ലോ, അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇതിനകത്ത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് അളന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. മൈദ എത്രയാണ് എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ക്യാരറ്റ് എടുക്കുക. പിന്നെ 1/4 കപ്പ് ഡേറ്റ്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കാഷ്യൂനട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി. അപ്പോൾ പല കളറിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കളറും കൂടി ചേർത്തിട്ട് 1/4 കപ്പ് എടുത്തിട്ടുള്ളതാണിത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ബ്ലാക്ക് റേസിൻസും എടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി കേക്ക് ബാറ്ററിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കേക്കിൻ്റെ അടിയിൽ ഇങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നമ്മുടെ കേക്കിൻ്റെ അടിയിൽ താഴ്ന്നു പോകില്ല. മൈദ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചങ്ങ് എടുക്കുകയാണേ. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ടൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ സാധാരണ ഷുഗറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഓൾറെഡി ഇത് ബ്രൗൺ ഷുഗറിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ പൊടിച്ചത് പിന്നെയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലും ഗ്രാമ്പൂൻ്റെ ഏലക്കയുടെയൊക്കെ പൊടി തീർന്നു പോയി. അപ്പോൾ ഗ്രാമ്പൂ ഏലക്കയൊക്കെ കുറച്ചേ ഉള്ള കാരണം പിന്നെ അത് പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂൺ വീതം പൊടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഗ്രാമ്പൂവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പട്ടയുടെ പൊടി ഉണ്ടെങ്കിലൊക്കെ 1/4 ടീസ്പൂൺ വീതം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ 3 ഗ്രാമ്പൂ ഇതായി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയൊരു പീസ് പട്ട, 4 ഏലക്കായ, അതേപോലെ തന്നെ ജാതിക്ക ഉണ്ടല്ലോ, ഇപ്പോൾ ജാതിക്കയുടെ ചെറിയൊരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മണമൊക്കെ പോകാതെ അടച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും പൊടിയാതെ വല്ലതും കിടപ്പുണ്ടെങ്കിലോ ഗ്രാമ്പോ ഏലക്ക എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, കരിയിച്ച് എടുത്ത് വെച്ചിരുന്ന ഷുഗർ, അപ്പോൾ അതൊഴിച്ച് കൊടുക്കണം. ഇത് നോക്കിയാൽ നമ്മൾ അളന്നെടുക്കുമ്പം കറക്റ്റ് അരക്കപ്പ് തന്നെയാണുള്ളത്. ഈ ഷുഗർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മൊത്തം ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററിൻ്റെ കളർ നോക്കിയാൽ നല്ല കളറുണ്ട്. നമ്മൾ ആ ഷുഗർ അതിങ്ങനെ കരിച്ചെടുത്തതിൻ്റെയും പിന്നെ ബ്രൗൺ ഷുഗറിൻ്റെയും കൂടി കളറാണ്. പിന്നെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലും കൂടി ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഉണ്ടല്ലോ, അത് മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ആക്കാനായിട്ടൊരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ 55 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 55 മിനിറ്റ് ആയി. നല്ല മണമുണ്ട് കേക്കിൻ്റെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ബേക്കായിട്ടുണ്ടോയെന്ന്. ഇതാ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ലതുപോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല കളറുണ്ട് നമ്മുടെ കേക്കിന്, മാത്രമല്ല നല്ല മണവും ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. മാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്ലം കേക്കിനെ പോലെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ കാണും. അപ്പം വളരെ പെട്ടെന്ന് തന്നെ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വിശേഷ ദിവസമൊന്നും ഇല്ലല്ലോ, നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.